പുതിയ സീരീസായ പോണ്ടിച്ചേരി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. ഗുഡ് മോർണിംഗ്. രാത്രിയിൽ നല്ല ഫുഡും കഴിച്ച് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ റൂമും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ ഫ്രഞ്ച് ടൗണിൻ്റെ ആ ഒരു വഴിയിൽ ഇങ്ങനെ നടക്കുവാണേ. ടൈം ഓൾമോസ്റ്റ് 9 മണി. ഞങ്ങളുടെ ലക്ഷ്യം ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ പോണ്ടിച്ചേരി വന്നിട്ട് എന്തെങ്കിലും ഫ്രഞ്ച് ക്യൂസിൻ ട്രൈ ചെയ്യാണ്ട് പോകുന്നത് എങ്ങനെയാ? സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോണ്ടിച്ചേരിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് കഫേ ആയ കോറോമാൻഡൽ കഫേ. വൈറ്റ് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള കഫേയാണിത്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള കുക്കീസ്, പേസ്ട്രീസ്, കേക്ക്സ്, ക്രോസോൺ, ബ്രൗണീസ് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വാങ്ങിയാലോ എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ തോന്നും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നത് കാരണം തൽക്കാലം ഇതൊന്നും വേണ്ടാന്ന് വെച്ചു. നെക്സ്റ്റ് നമ്മൾ കഫേയുടെ ഇന്റീരിയർ സീറ്റിംഗ് സ്പേസിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാ സീറ്റും ഫുള്ളാണ്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിവിടുത്തെ ബാർ കൗണ്ടർ ആണ്. നമുക്ക് എന്തായാലും സീറ്റ് കിട്ടുന്നവരെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ നല്ല ആംബിയൻസ് ആണല്ലോ, സോ അവിടെ ഇരിക്കാം. ഞങ്ങൾ മെനു എല്ലാം നോക്കി ഏതാണ് വേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തു വെച്ചു. പക്ഷേ സമയം 9:45 കഴിഞ്ഞിട്ടും ഇതുവരെ നമുക്ക് ഉള്ളിൽ സീറ്റ് കിട്ടിയിട്ടില്ല. സോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്ന ഒത്തിരി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം കുളമാവും. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കഫേയിലേക്ക് തന്നെ കേട്ടോ നമ്മൾ അടുത്തു പോയത്. പറയാതിരിക്കാൻ വഴിയില്ല കേട്ടോ, ഇവിടുത്തെ ഓരോ കഫേസും എത്ര ബ്യൂട്ടിഫുൾ ആണെന്നോ, ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും മറ്റത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള കഫേസ് ഉണ്ടാവും. സോ അത് എക്സ്പ്ലോർ ചെയ്യാം. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഴയ ബിൽഡിംഗ് ആണ്. കണ്ടില്ല, അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ വളരെ ഡിഫറെന്റ് ആണ്. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു കാപ്പിച്ചീനോ ആയിരുന്നേ. അതിനോടൊപ്പം ഒരു ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നോ, സൂപ്പർവായിരുന്നേ. ഞങ്ങൾ കോഫി ലവേഴ്സ് ആണ്. സോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തുടക്കം തന്നെ ഹൈലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ സംഭവങ്ങൾ എത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്ററും ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ചും ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും. നമുക്ക് നല്ല കഴിച്ചപ്പോഴേ തൃപ്തി തോന്നുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം കയറിയ കഫേയിലുള്ള പോലെ ഒരു സെക്ഷൻ ഇവിടെയുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. വയറാണെങ്കിൽ ഫുള്ളായിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇത്രയും കണ്ടിട്ടേ എന്തെങ്കിലും ഒരു ഐറ്റം എങ്കിലും വാങ്ങാണ്ട് ഇറങ്ങാനായിട്ട് മനസ്സനുവദിച്ചില്ല. അവസാനം ഒരു ക്രീം ചീസ് ബ്ലൂബെറി ഡാനിഷ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. അതാകുമ്പോൾ വിശക്കുന്ന സമയത്ത് നമുക്ക് കാറിലിരുന്ന് കഴിക്കാമല്ലോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. മനകുള വിനായക ടെമ്പിൾ. പോണ്ടിച്ചേരിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഒരു സൈഡ് ഫുള്ളും കടകളാണ്. അത് മിക്കതും ഡ്രസ്സ് വിൽക്കുന്ന കടകളാണ്. ഇത് റീച്ച് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ ഇന്നലെ പോയില്ലേ പ്രോമനേഡ് ബീച്ച്, നമ്മുടെ പോണ്ടിച്ചേരി ബീച്ച്. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, ഒരു 10 മിനിറ്റ്സ് മതി. അപ്പോൾ വണ്ടിയാകുമ്പോൾ അത്രയും പോലും സമയം വേണ്ടി വരത്തില്ല, അത്രയും അടുത്താണ്. സോ പോണ്ടിച്ചേരിയിൽ വരുന്ന എല്ലാവരും തന്നെ പൊതുവെ വന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്.
ഈ ക്ഷേത്രത്തിൽ എപ്പോഴും തിരക്കാണെന്നാണ് പറയുന്നത്. നമ്മൾ പോയ സമയത്ത് ഇതേ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. സ്വദേശികളും വിദേശികളും ഒക്കെ തന്നെയുണ്ട്. കണ്ടില്ലേ, ഒത്തിരി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല, സോ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഫ്രഞ്ചുകാരുടെ സമയത്ത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് തവണ അവർ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നും, പക്ഷെ അതിന് പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കടലിൽ കൊണ്ട് ഈ വിഗ്രഹത്തിനെ പലതവണ കളയാനായിട്ട് ശ്രമിച്ചെന്നും വീണ്ടും വീണ്ടും അതേ പ്ലേസിൽ തന്നെ ആ വിഗ്രഹം തിരിച്ചു വന്നിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്ന ഒരു കഥ ഇതിന്. നെക്സ്റ്റ് നമ്മൾ പോയത് സേക്രഡ് ഹാർട്ട് ബസിലിക്കയിലേക്കാണ്. ഈ ഒരു ചേർച്ചിന് 100-ലധികം വർഷം പഴക്കമുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ഹോളി മാസ് നടന്നത് തന്നെ 1907 എന്നാണ് പറയുന്നത്. നമ്മൾ വന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു ചേർച്ച്. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്, കാരണം ഇതിൻ്റെ ഉള്ളിൽ 28 പുണ്യാളന്മാരുടെ ഗ്ലാസ്സിലുള്ള പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ സോറി, സമയം ചേർച്ച് ക്ലോസ് ആയിരുന്നു. ഓക്കെ, നമ്മളിനി പോകാൻ പോകുന്നത് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ്. കാർ ഇങ്ങനെ റോഡ് സൈഡ് പാർക്ക് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ആഹാ, കയറ് വരുമ്പോൾ കണ്ടില്ലേ, ഒരു അംബാസഡറിനെ പകുതിക്ക് മുറിച്ച് ഇങ്ങനെ മതിലിൽ കയറ്റി വെച്ചേക്കുവാണേ. നമ്മൾ ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇല്ലേ, അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഫ്ലാറ്റായി. ഞാൻ പറഞ്ഞില്ലേ യുണീക്ക് ആണെന്ന്. അതെ, നമ്മളിന്ന് ഇവിടെ താമസിക്കാൻ പോകുന്നത് പോഡ് റൂമുകളിലാണ്. എന്തായാലും ആദ്യം നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വന്ന് അവിടുത്തെ കാഴ്ചകളൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണേ. കണ്ടോ, ഇതാണ് ഒരു പോഡ് റൂമിന്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അപ്പോഴേക്കും അവിടെ ഒരാളെ കണ്ടില്ലേ, കംഫർട്ടബിൾ ആയിട്ട് സീറ്റൊക്കെ പിടിച്ച് അവിടെ അങ്ങ് ഇരിപ്പായി. ഇവിടെ ഇതുപോലത്തെ 6 പോഡ് റൂംസ് ആണ് ഉള്ളത്. ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂം ശരിക്കും താഴെയാണ് കേട്ടോ. സോ നമ്മൾ ഇനി ഇവിടെ നിന്ന് കറങ്ങുന്നത് ശരിയല്ല, നമുക്ക് താഴത്തേക്ക് പോവാം. എല്ലാവർക്കും നമ്മുടെ റൂമിലേക്ക് സ്വാഗതം. എനിക്ക് ഈ റൂമിനകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഒരു സ്പേസ് അനുസരിച്ചിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സിംഗിൾ ബെഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നോൺ AC ആണ് കേട്ടോ. 2 ഫാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. കേശൂട്ടനാണെങ്കിൽ മുള്ളാൻ മുട്ടി വയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് കഴിയുന്നതിന് മുന്നേ ആൾക്ക് ബാത്റൂമിൽ പോകണം. സോ അതവിടെ നടക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് റൂം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല എന്താ പറയുക, അടിപൊളി റൂം. പോണ്ടിച്ചേരിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഓറോവിൽ വിസിറ്റർ സെന്ററിൽ നിന്ന് 5 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൂ. കാണാനായിട്ട് ഒരു ചെറിയ കുളമാണ്, പക്ഷെ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. കുറച്ചു നേരം കേശൂട്ടൻ അവരുമായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ചിരുന്നു. സോ നമുക്ക് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഫ്രഷപ്പ് ആവണം, പുറത്ത് പോകണം, ലഞ്ച് കഴിക്കണം, പിന്നെ വേറെ 1-2 സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. ഇവിടെ വന്ന് ബുക്കൊക്കെ വായിച്ച് നല്ല ചില്ല് ചെയ്തിരിക്കാം. ഉറപ്പായിട്ട് ഞാൻ രാത്രി ഈ സ്ഥലത്ത് വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ ഫ്രഷപ്പൊക്കെ ആയി പോകാനായിട്ട് സെറ്റായി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. വെൽക്കം ടു പുതുച്ചേരി. ഈ ഒരു ഗേറ്റ് പോണ്ടിച്ചേരിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മിക്ക വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ റാൻഡം ആയിട്ട് വഴിയിൽ കണ്ട ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. പക്ഷെ നല്ല ഗംഭീര ഫുഡായിരുന്നു. ഫിഷ് താലി മീൽസും ഒരു ഫ്രൈഡ് റൈസും ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നല്ല ഫുഡായിരുന്നു. പിന്നെ കേശൂട്ട ഉറക്കമായിരുന്നത് കാരണം അവൻ്റെ പാത്രത്തിൽ നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ പോകുന്നത് സാൻഡ് ഡ്യൂൺ പാരഡൈസ് ബീച്ചിലേക്കാണ്. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് വരാനുണ്ട് ഇവിടെ എത്താൻ. പക്ഷേ റോഡ് ഇത്തിരി മോശമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എൻട്രി ടിക്കറ്റ് പെർ പേഴ്സൺ 70 രൂപയാണ്, പിള്ളേർക്ക് ഫ്രീ ആണേ. നമ്മൾ ഈ കാണുന്നത് ചുന്നാമ്പർ ബാക്ക് വാട്ടേഴ്സ് ആണ്. ഇവിടെയാണ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഇത് പാരഡൈസ് ബീച്ചിന്റെ ഒരു പ്രൈവറ്റ് ബീച്ച് ഏരിയ ആണ്. ഇതിന്റെ ഉള്ളിൽ റിസോർട്ടും കഫേയും ഒത്തിരി ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാരഡൈസ് ബീച്ചിന്റെ ഒരു സബ് ഏരിയ ആണ് സാൻഡ് ഡ്യൂൺ പാരഡൈസ് ബീച്ച്. 2021 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഈ പാരഡൈസ് ബീച്ചിൽ പോകണമെങ്കിൽ ചുന്നാമ്പർ ബോട്ട് ഹൗസിൽ പോയി നമ്മൾ ഫെറി സർവീസ് എടുക്കണം. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് റോഡ് മാർഗം തന്നെ എത്താനായിട്ട് പറ്റും. കേശൂട്ടം കൂടെ ഉള്ളതുകൊണ്ടേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് നോർമൽ ബോട്ടിംഗ് ആണ് സെലക്ട് ചെയ്തത്. 350 രൂപയാണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത്. നോക്കിക്കേ, ഒരു ക്യൂട്ട് പട്ടിക്കുട്ടൻ നിന്ന് വെള്ളം കുടിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, ആരായാലും ഒന്ന് നോക്കിപ്പോവും. ഇനി ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മള്. ഈ കാണുന്നതാണ് അക്വാ പാർക്ക്. അവിടെ കയറാനായിട്ട് 750 പെർ പേഴ്സൺ എങ്ങാണ്ടോ ആണ് ചാർജ് വരുന്നത്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്, ബനാന റൈഡ്, ജെറ്റ് സ്കീ, കയാക്കിങ്, യാച്ച് റൈഡ്, റോളർ ബോൾ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണം കേട്ടോ. ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കുട്ടികളുടെ സൈസിനുള്ള കിട്ടാറില്ല. ഇവിടെ എന്തായാലും അതൊക്കെ അവൈലബിൾ ആയിരുന്നേ. ഒരു 5-10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി. നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി അകത്ത് കയറി. സമയം ഇപ്പോൾ ഒരു 5 മണി ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സൺസെറ്റ് ഒക്കെ ആയി വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് ചൂടൊക്കെ ഇപ്പൊ കുറവുണ്ട്. പിന്നെ നല്ല കാറ്റും ഉണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഒത്തിരി തവണ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ ഗോവ പോയപ്പോഴാണ് ആദ്യമായിട്ട് കടലിലൂടെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇന്നും ആ ഒരു ബോട്ട് റൈഡാണ്. പക്ഷെ കേശൂട്ടനാണെങ്കിൽ അതൊന്നും വലിയ ഓർമ്മയില്ല, അവൻ കുഞ്ഞായിരുന്നു ആ സമയത്തെ. സോ ഇപ്പോൾ ഉള്ള ഈ റൈഡൊക്കെ അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അച്ഛനും മോനും കൂടി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു ബോട്ടുകളിങ്ങനെ അടുത്തൂടെ പോകുമ്പോഴത്തേക്കും നല്ലപോലെ വേവ്സ് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവരുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ബോട്ടിനെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയ്ക്ക് ചെയ്യും. അപ്പൊ അകത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. പിന്നെ കടലിന്റെ ഒരു പ്രോക്സിമിറ്റിയും കൂടെ ഈ നല്ല തിരമാല ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ബോട്ട് കടലിലൊക്കെ പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ കായലിൽ തന്നെ ഒരു 15 മിനിറ്റ്സ് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ആദ്യമായിട്ട് പോകുന്നവർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് വലിയ പുതുമയൊന്നും അങ്ങനെ തോന്നിയില്ല. നെക്സ്റ്റ് നമ്മൾ വൈറ്റ് സാൻഡ് ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടെ ATV റൈഡ്, ഹോഴ്സ് റൈഡ്, ആർച്ചറി, റെയിൻ ഡാൻസ്, DJ പാർട്ടി, അങ്ങനെ ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗോവ പോയപ്പോൾ കിട്ടിയ ഒരു വൈബുണ്ട്, അത് ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കണ്ട പട്ടിക്കുട്ടൻ ദേ വീണ്ടും അവൻ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. നമ്മളുള്ള ഈ സാൻഡ് ഡ്യൂൺ ബീച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ബീച്ചാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ ഒരു ക്രൗഡ് നോക്കിക്ക് നല്ല തിരക്കാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവുന്ന രീതിയിലുള്ള തിരക്കല്ല കേട്ടോ. എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇത്രയും അധികം കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുന്ന വേറൊരു ബീച്ചിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്, അതുവരെ നമുക്ക് പോകാനായിട്ട് പറ്റും. ആദ്യം ഞാൻ ഡ്രസ്സൊന്നും നനയ്ക്കണ്ടെന്ന് ഇറങ്ങണ്ടെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സോ ഞങ്ങൾ 3 പേരായിട്ട് കടലിലിറങ്ങി അടിച്ച് പൊളിക്കാൻ പോവാണ്. ആ വീഡിയോ ഒന്നും വരത്തില്ല കേട്ടോ.
DJ നടക്കുന്ന സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, അടിപൊളി വൈബാണ്. ഫാമിലി ഒക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. ബിയറും മറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ അവിടെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എന്താണ്, എല്ലാ വൈബും ആസ്വദിക്കുന്നവരായതുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറി നിന്ന് അങ്ങ് ഡാൻസ് കളിച്ച് തകർത്തു. നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഈ ബീച്ച് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, ഇവിടെ തന്നെ ഫ്രഷപ്പ് ആവാനും ഒക്കെ ഉള്ള സൗകര്യവും ഉണ്ട്. സോ ഒന്നും പേടിക്കണ്ട. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റേയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കോമൺ ഡൈനിങ് ഏരിയ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെയാണ് കിട്ടുക. പിന്നെ ഡ്രിങ്കിങ് വാട്ടറും കെറ്റിലും ഒക്കെ എപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങളിങ്ങനെ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടുത്തെ നൈറ്റ് വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. ശരിക്കും ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. സംസാരിച്ചും ബുക്ക് വായിച്ചും കേശുകുട്ടൻ്റെ അടുത്ത് കളിച്ചും നാളത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തും ഒക്കെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് യാർഡിലേക്ക് പോവാണേ. അവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിറച്ച് ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കാനായിട്ട് എന്ത് രസമാണെന്നോ. ഇവിടുത്തെ ഒരു റൂള് പ്രകാരം രാത്രി 9 മണിക്ക് ശേഷം സൈലന്റ് അവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഈ ടൈമിൽ ലൗഡായിട്ട് പാട്ട് വെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒച്ചപ്പാടം ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. സോ ഈ ഒരു ടൈം വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.